പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇന്ന് എന്താ വെച്ചാൽ ഇത് നമുക്ക് നമ്മുടെ കിച്ചൺ ക്ലീനിങ്, അപ്പോൾ ആ ഒരു കർക്കിടക മാസത്തിലെ ക്ലീനിങ്ങിൻ്റെ കുറച്ച് ഇനി ബാക്കിയുള്ളത് ഉണ്ട്. അപ്പോൾ അതിൽ ഇന്ന് കിച്ചൺ മേൽഭാഗത്തൊക്കെ ഇന്ന് ക്ലീനിങ് കാര്യങ്ങൾ, അത് പിന്നെ ഒരു സ്പെഷ്യലായിട്ട് നമ്മളെ ഒരു ഉച്ചഭക്ഷണം. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഇന്ന്. അപ്പോൾ അതാണ് ഇപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കാം. നമ്മൾ അടുക്കള ഇങ്ങനെ ഇന്നിപ്പോൾ അടുക്കള ഈ മേൽഭാഗങ്ങൾ അതുപോലെ അവിടെ ഇവിടെയൊക്കെ റെഡിയാക്കി ഇങ്ങനെ എടുത്തു. ഇവിടെയൊക്കെ ഇങ്ങനെ തുടയ്ക്കാണ്ട് ഇന്നിപ്പോൾ അതാണ് ഇവിടുത്തെ ഈ ഭാഗം. അവസാനമാണ് താഴെ അടിച്ചു വാരി തുടയ്ക്കൽ കേട്ടോ. മേൽഭാഗത്ത് മാറാതെ ഇല്ല, എന്നാലൊക്കെ ഞങ്ങൾ തട്ടി, ഇതൊന്നും മാറാനില്ല. ഇപ്പൊ കണ്ടില്ലേ നമ്മൾ ഇവിടെയൊക്കെ ഇതാക്കി കിച്ചൻ്റെ റാക്കുകളൊക്കെ ആ ഷീറ്റുകളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഞങ്ങൾക്കൊന്ന് കഴുകി വൃത്തിയാക്കി വെക്കണം. ഇവിടെ ഒന്നുകൂടി തുടയ്ക്കാണ്ട് ഗ്യാസിൻ്റെ അടുപ്പ് വയ്ക്കുന്നോടം. ഇത് ഈ ഒരു കളറായതുകൊണ്ട് കുറച്ചിങ്ങനെ ചളിയൊക്കെ ഒന്ന് ഒരു പൊടിയായാൽ തന്നെ വേഗം അറിയത്. ഈ ജനലൊക്കെ നമ്മൾ തുടച്ച് കഴിഞ്ഞു. അതിലൊന്നുകൂടി തുടയ്ക്കാണ്ട് കണ്ടില്ലേ ഇവിടെയൊക്കെ ഓരോന്നോരോന്ന് ഇങ്ങനെ ചെയ്തു പോവാണ് നമ്മൾ. ഇവിടെയാണ് നമ്മൾ ഇൻഡക്ഷൻ കുക്കർ വയ്ക്കുന്ന സ്ഥലം. അമ്മയൊക്കെ പിന്നെ ഒന്ന് മാറ്റി വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുത്താണ്. നമ്മൾ മോൾ ഭാഗത്ത് ഇവിടെയൊക്കെ റെഡിയായി. ഇനി ഇങ്ങനെ ഓരോന്ന് അടുക്കി ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കണം. നമ്മളെ ഷീറ്റുകളൊക്കെ റാക്കിൽ വെച്ചിരുന്ന ഷീറ്റുകളൊക്കെ എടുത്ത് കഴുകി ഇനിയിപ്പോൾ ഇവിടെ ഒക്കെ വെച്ചു കൊടുക്കാം. ഇവിടെ ഇനി അടിയിലേക്ക് നമുക്കിതാ ഒരു പുതിയ കഷ്ണം ഉണ്ട്, അതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു മൂലക്കിൽ വെച്ചു. പിന്നെ ഇതാ ഇവിടെ നമുക്കിത് അറേഞ്ച് ചെയ്ത് വെക്കാണ്ട് അങ്ങനല്ലേ തട്ടിൻ്റെ അവിടെ. ഇതൊക്കെ ഒന്ന് കറക്റ്റാക്കിയിട്ട് ഒരു അത് വരുമ്പോൾ കറക്റ്റാവും. എന്നാൽ പിന്നെ അങ്ങോട്ടും തെറിക്കില്ല. അത് തെറിക്കുന്നതാണ് ഇത് സൈഡിലൊക്കെ. ഇവിടെ കണ്ടോ, നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് ഒക്കെ ഇവിടെ തൽക്കാലം വെച്ചതാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് എടുത്ത് കൊണ്ടുപോകണം. നമുക്ക് ഓരോന്ന് വെക്കല്ലേ. നമുക്കിതാ ഇത്
ഇവിടെ അങ്ങോട്ട് വെച്ച് പോവാം. ഒന്ന് വെക്കുമ്പോൾ ശരിയാവും. ഇതാ നമ്മളെ പഞ്ചസാര, ചായപ്പൊടി എല്ലാം ഇവിടെ. അവല്, റവ, നമ്മളെ ചെറുപയർ, കടല, ആദ്യം വെച്ചിരുന്ന സ്ഥലത്ത് നിന്ന് മാറ്റി ഇവിടേക്ക് തന്നെ മുകളിലാക്കാം. അങ്ങനെ എപ്പോഴും വേണ്ടല്ലോ. ഇങ്ങനെ വെക്കുമ്പോൾ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. റവ അതും അവിടെ പോട്ടെ. ഈ പൊടികൾ ഇവിടെ മഞ്ഞപ്പൊടിയൊക്കെ അത് ഇങ്ങോട്ട് മാറ്റാം. നിങ്ങൾക്ക് എടുക്കാൻ കഴിയില്ലേ? കഴിയും. അവിടെ കഴിയില്ലേ? അപ്പോൾ ഇതാ നമ്മൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഒന്ന് നമ്മൾ ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചത്. എന്നുവെച്ചാൽ വല്ലാതെ എന്തെങ്കിലും തെറിക്കില്ല. ആ സൈഡിലൊക്കെ ഉള്ളതുകൊണ്ട് വേണ്ടല്ലേ. നമുക്ക് വേണ്ടതെല്ലാം എടുക്കാൻ പറ്റുന്ന രൂപത്തിൽ തന്നെ ആക്കിയിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത്. പൊടികൾ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാരണം നമ്മൾ ഗ്യാസ് അടുപ്പ് ഇവിടെ തന്നെയാണല്ലോ. അതിൻ്റെ നേരെ അങ്ങനെ മതി അല്ലേ? അങ്ങനെ മതി. ഇനിയിപ്പോൾ നമുക്ക് ഈ 2 പാത്രങ്ങൾ റാക്ക് പോലെയുള്ള അത് ഇതൊന്ന് ഇവിടെ കൊടുത്തട്ടെ. അത് കഴുകിയെടുത്താണ്. ഇവിടെ നമ്മൾ വിമ്മിൻ്റെ ജെല്ല് അതിവിടെ വെച്ചു. അമ്മേൻ്റെ എണ്ണ, കുഴമ്പ് അതൊക്കെ ആണ് ഇവിടെ. പൽപ്പൊടി ഉണ്ട്, അതിനൊക്കെ ഉള്ള സ്ഥലമാണിത്. ഇന്നലെ പിന്നെ നമ്മൾ ക്ലീനിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇന്നിപ്പോൾ ഇനി നമ്മൾ ഇന്നത്തെ കാര്യങ്ങൾ തുടങ്ങായി. ഇനിയിപ്പോൾ ഇന്ന് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കല് എന്ന് കാര്യമായിട്ട് വെച്ചപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് വളരെ കുറഞ്ഞ കാര്യങ്ങൾ ഇനി ചെയ്യാനുള്ളൂ നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്കുള്ളതെന്ന് വെച്ചാൽ ഇന്ന് ചിക്കൻ കറിയാണ്, പിന്നെ കപ്പ. അപ്പോൾ അത് ഇപ്പോൾ ആദ്യം ചിക്കനൊക്കെ ഒന്ന് വാങ്ങി വരട്ടെ. ഇന്നതാ നമ്മൾ ചിക്കൻ 1/2 കിലോ ചിക്കൻ. പിന്നെ ഇപ്പോൾ അതിക്ക് വേണ്ട ഒക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്ന് നുറുക്കിയെടുക്കുക വേണ്ടു. നമുക്ക് ഏതായാലും ഉള്ളിയിൽ അങ്ങോട്ട് തുടങ്ങാം. അടുത്ത് നമുക്ക് തക്കാളി ഉണ്ട്. വെളിച്ചെണ്ണ നമ്മൾ ഏതായാലും പൊട്ടിച്ച് പാരാണ്. അതിന് പോരെ പൊടികളൊക്കെ എടുക്കാം. അപ്പോൾ നമുക്ക് ഇത് ഒക്കെ അടച്ചു വെച്ച് ആണ് വേവട്ടെ. ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് കപ്പ ഉണ്ട്. കപ്പ നമ്മൾ സാധാരണ കൊത്തി നുറുക്കി ഇങ്ങോട്ട് വേവിച്ച് ഉടച്ച പോലെ തന്നെ ആക്കിയിട്ട് കപ്പയാണ് ഇപ്പം ഇന്ന് ചോറുണ്ട്.
നമ്മളിങ്ങനെ ചെറുതാക്കി കൊത്തി ഇങ്ങനെ നുറുക്കി നമ്മളെ കപ്പത അതിവിടെ നല്ല പോലെ വന്നിരുന്നു. കുറച്ച് ചോറും കുറച്ച് കപ്പയും ഈ ചിക്കൻ കറിയും. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി. നമുക്കടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം.